എൻ പ്രതാപൻ രാജ്യസഭ അല്ല ലോക്സഭയിലെ പാർലമെന്റ് അംഗമാണ് എന്ന് പറയുന്നതിൽ സാങ്കേതികമായി പിശകുണ്ട്. അദ്ദേഹം നിലവിൽ സസ്പെൻഷനിലാണ്. തുടർച്ചയായി അൺറൂളി ആയിട്ടുള്ള പെരുമാറ്റം കൊണ്ട്, സഭാ മര്യാദകൾക്ക് നിരക്കാത്ത പെരുമാറ്റം കൊണ്ട് തുടർച്ചയായിട്ട് അച്ചടക്ക നടപടികൾ നേരിടുന്ന ഒരാളാണ്. 2022 ഒരു സസ്പെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ 2023 ഡിസംബർ 14 സഭയുടെ കാലാവധി തീരുന്നത് വരെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടി എൻ പ്രതാപനുമായി ബന്ധപ്പെട്ട് PFIയുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ എത്രയോ കാലമായി പൊതുസമൂഹത്തിന് മുന്നിലുള്ളതാണ്. അതിന് ഏതെങ്കിലും ഒരു പ്രത്യേക പുതിയ തെളിവ് എടുത്ത് നിരത്തേണ്ട കാര്യമില്ല. നിങ്ങൾ കഴിഞ്ഞ 5 വർഷത്തെ ടി എൻ പ്രതാപന്റെ ട്രാക്ക് റെക്കോർഡ് എടുത്തു നോക്കൂ. ഈ ടി എൻ പ്രതാപൻ എന്ന് പറയുന്ന തൃശ്ശൂർ മണ്ഡലത്തിലെ ഇപ്പൊ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയാവാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പറയുമ്പോൾ ആദ്യം എനിക്ക് ഓർമ്മ വരുന്നത്, കഴിഞ്ഞ വർഷം ഇതേ സമയത്ത്, അതായത് 2023 ജനുവരി 10 അദ്ദേഹം ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഒരു അഭിമുഖമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് മത്സരിക്കാനേ ഞാനില്ല എന്നാണ്. അതായത് എനിക്ക് ജനങ്ങളുമായി ഇടപെട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിരുന്നതും, എനിക്ക് നന്നായി പ്രവർത്തിക്കാൻ സാധിച്ചിരുന്നതും, ആളുകൾക്ക് സഹായങ്ങൾ ചെയ്യാൻ സാധിച്ചിരുന്നതും എല്ലാം ഞാനൊരു ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പർ ആയിരുന്നപ്പോഴാണ്, MLA ആയിരുന്നപ്പോഴാണ്. പാർലമെന്റിലെ അംഗമായതിനു ശേഷം എനിക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അടുത്ത തവണ ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് 2023 ജനുവരി 10 തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് പ്രതാപൻ. തുടർന്ന് 2023 മെയ് മാസത്തിൽ ചേർന്നിട്ടുള്ള കോൺഗ്രസിന്റെ ഉന്നത സമിതി യോഗത്തിൽ, ലീഡേഴ്സ് കോൺക്ലേവ് എന്നോ മറ്റോ പേരിട്ടിട്ടുള്ള ഒരു വയനാട്ടിൽ നടന്നിട്ടുള്ള ഒരു സമ്മേളനത്തിൽ ടി എൻ പ്രതാപൻ ഈ നിലപാട് ആവർത്തിക്കുന്നുണ്ട്. ഒരു കാരണവശാലും ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന്. 2019 തന്നെ കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതിയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ സുരേഷ് ഗോപിയോട് പരാജയപ്പെടാൻ സാധ്യതയുണ്ട്, കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടർമാർ പോലും BJPയിലേക്ക് പോയി എന്ന് പറഞ്ഞിരുന്ന ഒരാളാണ്. പിന്നീട് BJPയെ തോൽപ്പിക്കുക എന്നുള്ള ഇടതുപക്ഷത്തിന്റെ കൂടി അജണ്ടയുടെ അടിസ്ഥാനത്തിൽ CPMന്റെ വോട്ടുകൾ കൂടി കോൺഗ്രസിലേക്ക് കിട്ടിയപ്പോ സുരേഷ് ഗോപി ഏത് നിലയ്ക്ക് തോൽപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ സ്വന്തം സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാതെ BJP വിരുദ്ധ വോട്ടുകളെല്ലാം കോൺഗ്രസ് ക്യാമ്പിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ഫ്ലൂക്കിലാണ് ടി എൻ പ്രതാപൻ ജയിക്കുന്നത്. ഈ വിജയം ആവർത്തിക്കാൻ സാധിക്കില്ല അടുത്ത തവണ എന്ന് നല്ല ബോധ്യം ഉണ്ടായിരുന്ന ടി എൻ പ്രതാപൻ ഇനിയൊരു തവണ അവിടെ മത്സരിക്കാനുള്ള മനസ്ഥിതി പുലർത്തിയിരുന്നതേ ഇല്ല. ആദ്യം തൊട്ട് തന്നെ ഇനി ഞാൻ മത്സരിക്കില്ല എന്ന തീരുമാനത്തിലാണ് അദ്ദേഹം ആദ്യം തൊട്ടേ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 4 വർഷവും അങ്ങനെ ഒരു വെക്കേഷൻ മനസ്ഥിതിയിൽ ഇനി അങ്ങോട്ട് പോവേണ്ടതില്ല, ഇനി ആ ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ടതില്ല എന്ന മട്ടിലാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, തൃശ്ശൂരിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയം അദ്ദേഹം പാർലമെന്റിന് മുന്നിൽ സൂചിപ്പിച്ചിട്ടുണ്ടോ? ടി എൻ പ്രതാപനെ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ നമ്മൾ വാർത്തയിൽ കണ്ടത് 3-4 തവണയാണ്. ഏതൊക്കെയാണ് സന്ദർഭങ്ങൾ? ഒന്ന്, CIA NRC വിഷയത്തിൽ CIA നിയമങ്ങൾ, സിറ്റിസൺഷിപ്പ് ആക്ട് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി കൊടുക്കുന്ന ടി എൻ പ്രതാപനെയാണ്. ടി എൻ പ്രതാപന് വേണ്ടി ഹാജരാകുന്നത് കപിൽ സിബൽ എന്ന് പറയുന്ന അഭിഭാഷകനാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ 2021 ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ CIA വിരുദ്ധ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനും അതിനെതിരായിട്ട് നിയമവ്യവഹാരങ്ങൾ നടത്താനും ഏതാണ്ട് 120 കോടി രൂപ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി PFI ആക്ടിവിസ്റ്റുകൾ ചെലവഴിച്ചിട്ടുണ്ട്. PFI എന്ന് പറയുന്ന സംഘടനയിലൂടെ 120 കോടി രൂപയുടെ ഫണ്ടിങ് CIA വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തപ്പെട്ടിരുന്നു. ഈ PFIയിൽ നിന്ന് പണം മേടിച്ചതായി തെളിയിക്കപ്പെട്ട ആളുകളിൽ ഒരാള് കപിൽ സിബൽ ആയിരുന്നു. 77 ലക്ഷം രൂപ കപിൽ സിബൽ PFIയിൽ നിന്ന് വക്കീൽ ഫീസ് ഇനത്തിൽ കൈപ്പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. കപിൽ സിബൽ അതിനെ ന്യായീകരിച്ചത് അഖില ഹാദിയ കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് എനിക്ക് ആ പണം കിട്ടിയതെന്നാണ്. എന്നാൽ CIA NRC വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നിരവധി കേസുകളിൽ കപിൽ സിബൽ ഹാജരായിരുന്നുവെന്നും ഇതിന്റെ എല്ലാം ഫണ്ടിങ് PFI ആയിരുന്നു നടത്തിയിരുന്നതെന്നും അതിന്റെ ഒരു ഹർജിക്കാരനായിട്ട് PFIക്ക് വേണ്ടി ഹാജരായത് ടി എൻ പ്രതാപനായിരുന്നു എന്നതും 2021 വാർത്തയാണ്. നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. 2, സിദ്ദിഖ് കാപ്പൻ എന്ന് പറയുന്ന PFIയുടെ മുൻ ആക്ടിവിസ്റ്റ്, PFIയുടെ കേഡറായിരുന്ന, അവരുടെ മാധ്യമത്തിൽ തേജസ് എന്ന് പറയുന്ന മാധ്യമത്തിൽ ജോലി ചെയ്തിരുന്ന ഒരാള് ഹത്രാസിൽ നടന്നിട്ടുള്ള ഒരു സാമുദായിക കലാപത്തെ ആളിക്കത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാധ്യമപ്രവർത്തകന്റെ നിലയിലല്ലാതെ ഒരു PFI വോളണ്ടിയർ എന്നുള്ള രീതിയിൽ അവിടേക്ക് മറ്റ് PFI ആക്ടിവിസ്റ്റുകളുമായി ചെന്നപ്പോ അയാൾ അവിടുത്തെ ക്രമസമാധാന നില തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ UP പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യുകയും അയാൾക്കെതിരെ UAPA ചുമത്തുകയും ചെയ്തപ്പോ സിദ്ദിഖ് കാപ്പന് വേണ്ടി ഏറ്റവും ശക്തമായി രംഗത്ത് വന്നിട്ടുള്ള ഒരു MP, പ്രധാനമന്ത്രിക്ക് ആ വിഷയത്തിൽ കത്ത് എഴുതിയിട്ടുള്ള ഒരു MP ടി എൻ പ്രതാപനാണ്. ടി എൻ പ്രതാപൻ എന്തായിരുന്നു? സിദ്ദിഖ് കാപ്പൻ എന്ന് പറയുന്ന ആള് UAPA ചുമത്തപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു സംഘടനയുമായിട്ട് ബന്ധമുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള തേജസിന്റെ ഒരു മാധ്യമപ്രവർത്തകനെതിരെ ഒരു സംസ്ഥാനത്തെ നിയാമകമായിട്ടുള്ള ഒരു ഏജൻസി,
അവിടുത്തെ പോലീസ്, അവിടുത്തെ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസി എടുത്തുള്ള നടപടിയിൽ അദ്ദേഹം പ്രധാനമന്ത്രിക്ക് അയച്ചുള്ള കത്തിൽ എന്താ പറയുന്നത് അറിയോ? യു.പിയിലെ പോലീസ് മനുസ്മൃതിയാണ് പിന്തുടരുന്നത് എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് നീതിപൂർവകമായിട്ടുള്ള ഇടപെടൽ ഇദ്ദേഹത്തിന് വേണ്ടി വേണമെന്ന. ഇവിടെ പോപ്പുലർ ഫ്രണ്ട് സംഘടിപ്പിച്ചിട്ടുള്ള ഓപ്പൺ ഫ്രണ്ട് എന്ന് പറയുന്ന പരിപാടി സിദ്ദിഖാപ്പന്റെ മോചനത്തിന് വേണ്ടി അതിലെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നതും അത് ഉദ്ഘാടനം ചെയ്യുന്നതും ടി എൻ പ്രതാപനാണ്. ടി എൻ പ്രതാപന്റെ തന്നെ ഫേസ്ബുക്ക് പ്രൊഫൈലിലേക്ക് അല്ലെങ്കിൽ SDP-യുടെ ഫേസ്ബുക്ക് പ്രൊഫൈലുകളിൽ നിങ്ങൾ പോയി പരിശോധിച്ചു കഴിഞ്ഞാൽ 2019 ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ മുഖപത്രമായിട്ടുള്ള തേജസിന്റെ അവിടുത്തെ വാർഷിക ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റിൽ നിന്നും കോപ്പി കൈപ്പറ്റിക്കൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യുന്ന ടി എൻ പ്രതാപനെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള എത്രയോ ടെസ്റ്റഡ് ആൻഡ് പ്രൂവൺ ആയിട്ടുള്ള സംഭവങ്ങളിൽ ഫാർമേഴ്സ് നിയമങ്ങൾക്കെതിരെ, കർഷക പ്രക്ഷോഭങ്ങൾക്കെതിരെയാണ് പിന്നീട് രാജ്യവ്യാപകമായിട്ട് കേന്ദ്ര സർക്കാരിനെതിരെ ജനങ്ങളെ അണിനിരത്താൻ വേണ്ടി ചില രാജ്യവിരുദ്ധ ഏജൻസികൾ സംഘടിതമായിട്ട് ഫണ്ട് ഉപയോഗിച്ചു എന്നൊരു ആരോപണമുള്ളത്. ഈ പറയുന്ന ഫാർമേഴ്സ് പ്രൊട്ടസ്റ്റിന്റെ വിഷയത്തിലും അതുമായി നേരിട്ട് ഏതെങ്കിലും നിലയിൽ ബന്ധപ്പെട്ടിട്ടില്ലാത്ത ഒരാളായിട്ട് ടി എൻ പ്രതാപൻ സുപ്രീം കോടതിയിൽ കേസുമായിട്ട് പോകുന്നുണ്ട്.